ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയില്ലേ. നമുക്ക് തേങ്ങ ഒന്നും അരക്കാതെ സിമ്പിളായിട്ട് നല്ല കുറുകിയ മോരുകറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു 6-7 അധികം എരിവില്ലാത്ത പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കീറി വെക്കാം. ഇനി ഒരു മൺചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുക. 2 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. 1 നുള്ളു ചെറിയ ജീരകവും ഇട്ടതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലോണം ഒന്ന് വഴന്ന് വരണ്ട കേട്ടോ. അതിന് മുമ്പായി നമുക്ക് കീറി വെച്ച പച്ചമുളകില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ചേർത്താൽ അപ്പം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ പച്ചമുളകിലൊക്കെ ഉപ്പ് പിടിക്കുള്ളൂ. പച്ചമുളക് നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് തൈര് ഞാനൊരു ബൗളിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഉടച്ചെടുത്ത് വെക്കാം. പച്ചമുളക് വഴന്നു വന്നതിലേക്ക് കറിവേപ്പിലയും കുറച്ച് ഉണക്കമുളക് ചതച്ചതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ച തൈരില്ലേ, അത് ഈ കറിയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് പിരിഞ്ഞു പോകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസമൊക്കെ കേടുവരാതെ ഇരിക്കുന്നൊരു കറിയാണ് കേട്ടോ. മുളകിലൊക്കെ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ചോറ് കഴിക്കുമ്പോൾ ഈ ഒരു കറി അതിൽ മുളകും കൂടി ഞെരടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.